ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എല്ലാവർക്കും നിഷ എജു ബേക്സിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടർക്കിഷ് ബക്കലാവ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഒരു ലെയർഡ് പേസ്ട്രി ഡെസേർട്ടാണ്. ഫിലോ പേസ്ട്രി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തെല്ലാം ചോപ്ഡ് നട്ട്സും സ്വീറ്റ് ആൻഡ് സിറപ്പൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ടർക്കിഷ് ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗറും 1 കപ്പ് വെള്ളവും 1/2 കപ്പ് ഹണിയും 2 ടേബിൾ സ്പൂൺ ഓഫ് ലെമൺ ജ്യൂസും 2-3 പീസ് ഓഫ് ഓറഞ്ചിൻ്റെ തൊലിയും 2-3 ചെറിയ സിനമൺ സ്റ്റിക്കും ഇട്ട് ഇതൊന്ന് ബോയിൽ ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ട നട്ട്സ് എടുക്കണം. 2 കപ്പ് ഒരു വാൾനട്ടും 1 കപ്പ് പിസ്താഷ്യോ നട്ട്സും 1 ടേബിൾ സ്പൂൺ സിനമൺ പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് നമുക്ക് ഈ നട്ട്സിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് റെഡിയാക്കി മാറ്റി വെക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫിലോ പേസ്ട്രി, ഇതാണ് ഫിലോ പേസ്ട്രി. ഇവിടെ ഈ പേസ്ട്രിയിൽ 7 എണ്ണം കിട്ടും ഒരു ബോക്സിൽ. ഞാനിവിടെ 3 ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കുറച്ച് കൂടുതൽ ആവശ്യമാണ്. ഇനി ഇതിൻ്റെ നീളം ഒന്ന് മുറിച്ച് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന പാനിൻ്റെ പാകത്തിനൊന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് മുറിച്ച് എല്ലാം റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 24 പീസ് എടുക്കുന്നുണ്ട് ഫിലോ പേസ്ട്രി ലെയർ. അപ്പോൾ ഓരോ ലെയറും ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു 10 ലെയർ ഇങ്ങനെ ഗ്രീസ് ചെയ്ത് ഓരോന്നും ഗ്രീസ് ചെയ്ത് ഒരു 10 ലെയർ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ നമ്മൾ ഈ ക്രഷ് ചെയ്ത് കൊണ്ടുവച്ച നട്ട്സ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ലെവൽ ചെയ്തെടുക്കുകയാണ്. ഇനി അടുത്ത 7 എണ്ണം കൂടെ ഇങ്ങനെ ഓരോന്നും വെച്ച് നമ്മൾ ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്ത് 7 എണ്ണം കൂടെ വെക്കുകയാണ്. എന്നിട്ട് അടുത്ത 7 എണ്ണം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ നട്ട്സ് ഇട്ട് ലെവൽ ചെയ്ത് പിന്നെ അടുത്ത ബാക്കിയുള്ള 7 എണ്ണം കൂടെ വെച്ച് അങ്ങനെ 24 ലെയേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം 10 എണ്ണം വെച്ച് നട്ടിട്ട് ഫില്ല് ചെയ്ത് പിന്നെ 7 എണ്ണം വെച്ച് നട്ടിട്ട് ഫില്ല് ചെയ്ത് പിന്നെ അടുത്ത 7 എണ്ണം കൂടെ വെച്ച് നട്ടിട്ട് ഫില്ല് ചെയ്ത് അങ്ങനെയാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് മുറിക്കുകയാണ്. ഇങ്ങനെ ഞാൻ ആദ്യം ഒന്ന് മുറിച്ച് നീളത്തെ മുറിച്ചിട്ട് പിന്നെ ഞാനൊരു ഡയമണ്ട് ഷേപ്പിലാണ് ഇവിടെ മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെ സ്ക്വയറായിട്ടും മുറിച്ചെടുക്കാവുന്നതാണ്. ഓവൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് ആയിട്ട്. ആ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മളിതൊരു 45 മിനിറ്റ്സ് എങ്കിലും വെച്ചിട്ട് ഒരു 45 to 50 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഇതുപോലെ ക്രിസ്പി ആയി കിട്ടണം. ഈ ചൂടോടുകൂടി ഇരിക്കുന്ന ഈ ബക്കലാവയിലോട്ട് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ച സിറപ്പ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് സിറപ്പ് ഒഴിച്ച് ഒരു 4 hours എങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്തിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. 4 hours കഴിഞ്ഞ് ഞാനിതിനെ മുറിച്ചു. എനിക്ക് നന്നായിട്ട് ഇവിടെ മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വളരെ ക്രിസ്പിയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ലെയറായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓ വാവ്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി മധുരമൊന്നുമില്ല, ആവശ്യത്തിന് ഷുഗറേ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നത് മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ഷുഗർ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളതനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു. ബൈ.